ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ടാരോയോട് രണ്ടൊന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതാണ് ഇന്നത്തെ സ്പ്രെഡ്. എന്താണ് നിങ്ങൾക്ക് ഡിവൈൻ തരുന്ന മെസ്സേജ്, എന്താണ് നിങ്ങളുടെ ബ്ലെസ്സിങ്സ്, എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ? ഇതാണ് ഈ 3 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ടാരോയോട് ചോദിക്കുന്നത്. ഡിയർ ഫ്രണ്ട്സ്, മൈ നെയിം ഇസ് രാഖി വിശ്വനാഥ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ രാഖി സോൾ ടാരോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് കാർഡ്സ് ഷഫിൾ ചെയ്യാം. എന്നിട്ട് നമുക്ക് യൂണിവേഴ്സിനോട് ടാരോയോട് ചോദിക്കാം. എന്താണ് മെസ്സേജ് എന്ന് ചോദിക്കാം. എന്താണ് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്ന് ചോദിക്കാം. എന്താണ് ഫ്യൂച്ചർ? എന്ത് മെസ്സേജാണ് ഡിവൈൻ നിങ്ങൾക്ക് തരുന്നത് ചോദിക്കുമ്പോൾ ദ ജഡ്ജ്മെൻറ്റ് എന്ന കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്ന് പറയുമ്പോൾ 8 ഓഫ് കപ്സ് ആണ്. എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് ചോദിക്കുമ്പോൾ 10 ഓഫ് സോർട്സ് ആണ്. എന്താണ് ഈ സ്പ്രെഡ് നമുക്ക് വേണ്ടി ഹോൾഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ മെസ്സേജ് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ദ ജഡ്ജ്മെൻ്റാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുക. എപ്പോഴും ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ഹയർ പെർസ്പെക്റ്റീവ് നിന്ന് കാര്യങ്ങളെ കാണുക. നമ്മളുടെ പല കാര്യങ്ങളും അന്നേരം നമ്മുടെ മുമ്പിൽ വരുന്നത് നോക്കുന്നു, കാണുന്നു, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് വരുന്നതിനെ അന്നേരം തന്നെ ഡീൽ ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയല്ലേ? അങ്ങനെയല്ലാതെ നമ്മളെപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ, കാര്യങ്ങൾ എല്ലാം, ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും നമുക്കൊരു ലെസൺ ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളതായിരിക്കാം. നമുക്ക് എന്തൊക്കെ നമ്മുടെ ജീവിതത്തെ അവോയ്ഡ് ചെയ്യണം, എന്തൊക്കെ നമുക്ക് കൂടെ കൂട്ടണം, ഇങ്ങനെയൊക്കെയുള്ള ഇതാണ് നമ്മൾ ലൈഫിൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മുടെ എക്സ്പീരിയൻസ് അല്ല, നമുക്ക് ലൈഫിലുണ്ടാകുന്ന എല്ലാ എക്സ്പീരിയൻസും നമ്മുടെ അനുഭവങ്ങളെല്ലാം നമ്മളെ ഒരു പുതിയ വ്യക്തിയാക്കുകയോ പഴയ കാര്യങ്ങളിൽ നമ്മൾ ലെസൺസ് പഠിക്കുകയും തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുകയും അല്ലെങ്കിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങളാണെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആക്കുകയും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ഇതാണല്ലോ നമ്മുടെ ലൈഫിൽ ഓൾ ടുഗദർ നടക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ ഇവിടെ ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വൈഡർ പെർസ്പെക്റ്റീവ് നിന്ന് കാര്യങ്ങളെ കാണുക. ഒരു ക്ലോസ് റേഞ്ചിൽ നിന്ന് കാണാതെ കാര്യങ്ങളെപ്പോഴും വേറൊരു ആംഗിളിൽ നിന്നുണ്ട്, വേറൊരു ഹയർ പെർസ്പെക്റ്റീവിൽ നിന്നുണ്ട്, ഒരു വൈഡർ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണുക. എന്നാലും നമ്മുടെ എല്ലാ കാര്യങ്ങളും ചുറ്റുമുള്ളതും നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനും നമുക്കതിനെ വിലയിരുത്താനും മുമ്പോട്ട് പോകാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ കാര്യങ്ങളെ ഒരു വൈഡർ പെർസ്പെക്റ്റീവിൽ നിന്ന് കാണുക എന്നാണ് ദ ജഡ്ജ്മെൻ്റ് എന്നുള്ള കാർഡ് ഉദ്ദേശിക്കുന്നത്. വൈഡർ പെർസ്പെക്റ്റീവ് നിന്ന് കാണുക മാത്രമല്ല, നിങ്ങളുടെ പാസ്റ്റ് നിങ്ങൾ എന്തൊക്കെ സംഭവിച്ചോ, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് ട്രോമാസ്, ഒരുപാട് അൺപ്ലസൻ്റായിട്ടുള്ള അല്ലെങ്കിൽ അൺഫോർച്ചുനേറ്റായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ലൈഫിലുണ്ടായിട്ടുണ്ടാവാം. പക്ഷേ അതിൽ വീണ്ടും പോയി അത് ആലോചിക്കുകയും അതിൽ ദുഃഖിക്കുകയും അവിടെ തന്നെ നിൽക്കാതെ നിങ്ങൾ അതിനെ ലെറ്റ് ഇറ്റ് ഗോ, നിങ്ങളെ പാസ്റ്റിനെ പുറകോട്ട് വിട്ടിട്ട് നിങ്ങൾ ലൈഫിനെ വേറൊരു ആംഗിളിൽ കാണുക, വൈഡർ പെർസ്പെക്റ്റീവ് കാണുക, മുമ്പോട്ട് പോകുക എന്നതാണ് നിങ്ങൾക്ക് ഡിവൈൻ തരുന്ന മെസ്സേജ്. എന്താണ് നിങ്ങൾക്ക് തരുന്ന ബ്ലെസ്സിങ്സ് എന്ന് ചോദിക്കുമ്പോൾ 8 ഓഫ് കപ്സ് ആണ്. എന്താണ് നിങ്ങൾക്ക് ബ്ലെസ്സിങ് എന്ന് ചോദിക്കുമ്പോൾ ദാറ്റ് എബിലിറ്റി ടു ഗെറ്റ് ഗോ എന്നാണ്. അതായത് നിങ്ങളെ ഒട്ടും സെർവ് ചെയ്യാത്ത, നിങ്ങൾക്ക് ഉപകാരം ഒന്നും ചെയ്യാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളും ട്രോമാസും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും മാത്രം തന്നാൽ നിങ്ങളുടെ പാസ്റ്റിനെ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക്, നിങ്ങളുടെ ഇഷ്യൂസ്, നിങ്ങളുടെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ലൈഫിൽ വരുന്നത്, അതിനോട് ഗുഡ് ബൈ പറയുക, എന്നിട്ട് മുന്നോട്ട് കടക്കാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റി ഉണ്ടല്ലോ, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്. എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് ചോദിക്കുമ്പം 10 ഓഫ് സോർട്സ് ആണ് വരുന്നത്. 10 ഓഫ് സോർട്സ് എപ്പോഴും ബുദ്ധി, നിങ്ങളുടെ ചിന്ത, മനസ്സ്, ഇതിനെയൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്ത് എയർ എലമെൻ്റാണ്. 10 ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ ഒരു സൈക്കിളിൻ്റെ അവസാനം എന്നാണ്. നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇത്രയും നാളും നിങ്ങളുടെ സ്ട്രഗിൾസും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും കണ്ണുനീരും അതൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ട്രോമാസും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിച്ചു. അവിടുന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ആ സോർട്സിൻ്റെ Ace to 10 എന്നുള്ളതിൽ 10th കാർഡാണ്. അതായത് ഒരു സൈക്കിൾ അവസാനിക്കുന്നു.
നിങ്ങൾ ന്യൂ ബിഗിനിങ്ങിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ചാപ്റ്റർ നിങ്ങൾ ലൈഫിൽ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. ഇനഫ് ഇസ് ഇനഫ്. മറ്റുള്ള നിങ്ങളുടെ ദുഃഖങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളും ഇനി അവിടെ നിൽക്കുന്നില്ല. അതെല്ലാം കഴിഞ്ഞു. നിങ്ങൾക്ക് ഒരുപാട് ഭാരങ്ങൾ നിങ്ങൾ ചുമന്നു. നിങ്ങൾക്ക് ഒരുപാട് ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ലൈഫിൽ ഉണ്ടായി. അത് ആ സൈക്കിളിൻ്റെ എൻഡാണ്. ഇനിയൊരു ന്യൂ ബിഗിനിങ് ആണ്. ഒരു പുതിയൊരു തുടക്കത്തിലേക്ക്, ഒരു പുതിയ പ്രഭാതത്തിലേക്ക്, ഒരു പ്രകാശത്തിലേക്ക് നിങ്ങൾ നടന്നകലുന്നു. നിങ്ങളുടെ ചുറ്റുമുള്ള ഈ കയാസൊക്കെ നിങ്ങളെ വിട്ടുപോകുന്നു. ഈ കാക്കൾ പറന്നു പോകുന്നതിൻ്റെ അർത്ഥം തന്നെ നിങ്ങളിൽ നിന്ന് ഈ ഈവിളായിട്ടുള്ള അല്ലെങ്കിൽ ദുരിതങ്ങൾ, കഷ്ടപ്പാടുകളെല്ലാം പറന്നകലുന്നു. നിങ്ങളൊരു ന്യൂ പേസിലേക്ക്, ലൈഫിൻ്റെ പുതിയൊരു അധ്യായം തുറക്കാനുള്ള അതാണ് നിങ്ങൾ ഫ്യൂച്ചർ കാണിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. ഇത് മൂന്നും കൂടെ നമ്മൾ വായിക്കുമ്പോൾ ജഡ്ജ്മെൻറ്റ്, 8 ഓഫ് കപ്സ്, 10 ഓഫ് സോർട്സ്. അതായത് മുമ്പോട്ടുള്ള ഒരു വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കുന്ന ഒരു ലേഡിയാണ്. മേളിൽ അവർക്ക് ഒരു ഇത് കാണാം നമുക്ക്. അതിൻ്റെ അർത്ഥം അവരുടെ ഇതിലേക്ക്, റിയൽ സെൽഫിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ളതാണ്. അതാണ് നിങ്ങളുടെ മെസ്സേജ്. നിങ്ങൾ തിരിച്ചു പോകൂ, റിയലൈസ് ചെയ്യൂ. അതാണ്. സെക്കൻഡ് വൺ 8 ഓഫ് കപ്സ് ആണ്. 8 ഓഫ് കപ്സും എഗെയിൻ അതെല്ലാം വളരെ യാദൃശ്ചികമായിട്ട് വന്ന കാർഡ്സാണ്. എല്ലാം ഒരു തിരിഞ്ഞു നടക്കലിൻ്റെ അല്ലെങ്കിൽ ഒരു റിയലൈസേഷൻ്റെയും ലെറ്റിംഗ് ഗോ. ഇത് കണ്ട് എല്ലാം കഴിഞ്ഞു, എനിക്കിനി മതിയായി, ഇനി എനിക്കിത് വേണ്ട, ഞാനിനും എൻ്റെ ലൈഫിൻ്റെ ഈ ഒരു പേസ് മുമ്പോട്ട് പോവുകയാണെന്നുള്ളത്. അതാണ് ഞാൻ പറയില്ല, ലെറ്റിംഗ് ഗോ എന്നുള്ള അതൊരു എബിലിറ്റിയാണ്. ഇപ്പോൾ പാസ്റ്റ് എല്ലാം കളഞ്ഞു, എല്ലാം വിട്ടു. നിങ്ങൾ അവസാനം കിട്ടിയിരിക്കുന്നത് അവസാനം 10 ഓഫ് സോർട്സ് ആണ്. അതായത് എൻഡ് ഓഫ് എ സൈക്കിൾ. ഒരു സൈക്കിൾ അവസാനിപ്പിച്ച് നിങ്ങൾ പോകുന്നു. നല്ല പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ്. നിങ്ങളുടെ ജീവിതഭാരങ്ങളും നിങ്ങളുടെ പാസ്റ്റും മറന്ന് നിങ്ങളെ സെർവ് ചെയ്യാത്ത കാര്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു നടന്ന് പുതിയൊരു ഉണർവിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ഒരു ഒരു തുടക്കത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന കാർഡ്സ്. എല്ലാം പോസിറ്റീവ് കാർഡ്സാണ്. എല്ലാം ഓരോ ലെസൺസാണ്. ഇതിനെല്ലാം നിങ്ങൾ ബുദ്ധിപൂർവ്വം വേണ്ട രീതിയിൽ ലൈഫിനെ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പല കാര്യങ്ങളും നിന്ന് വിട്ട് നിങ്ങളൊരു പുതിയ ഇതിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുകയാണ്. ഇതെല്ലാം മനസ്സിൽ വെക്കുക. ഗോ ഹെഡ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി വേറൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.